ക്രിസ്മസിന് ശേഷം ഒരു ലക്ഷ്യമില്ലാത്ത യാത്രയ്ക്കായി ഇറങ്ങിപ്പുറപ്പെട്ട ഞാൻ ചെന്നു കയറിയത് ഈരാറ്റുപേട്ടയിലേക്കുള്ള ബസ്സിലാണ്. പോകുന്ന വഴിയിൽ തിടനാട് GVHSS എന്ന വിദ്യാലയത്തിൻ്റെ പ്രധാന കവാടത്തിന് മുന്നിലായി മടങ്ങിക്കടന്ന ഒരു ബാനർ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വളരെയേറെ ജിജ്ഞാസയോടെ ഞാൻ അതിൻ്റെ അടുക്കിലേക്ക് നടന്നു. സപ്തദിന സഹവാസ ക്യാമ്പ് എന്നായിരുന്നു അതിൻ്റെ മുഖ്യ തലക്കെട്ട്. കാര്യമറിയാൻ ഞാൻ വീണ്ടും ഉള്ളിലേക്ക് ചെന്നപ്പോൾ സ്കൂൾ വരാന്തയിൽ ഉണ്ടായിരുന്ന 2 കുട്ടികൾ എന്നെ അകത്തേക്ക് ക്ഷണിച്ചു. അവരോട് കാര്യമന്വേഷിച്ചപ്പോൾ സെൻറ് ഡൊമിനിക്സ് HSS കാഞ്ഞിരപ്പള്ളി എന്ന വിദ്യാലയത്തിൽ നിന്ന് വന്ന NSS യൂണിറ്റ് വോളണ്ടിയേഴ്സാണ് അവർ എന്ന് ഞാൻ മനസ്സിലാക്കി. മുൻവശത്തുണ്ടായിരുന്ന അവരുടെ രജിസ്റ്റർ ബുക്കിൽ ഒപ്പിട്ട് ഞാനും അവരോടൊപ്പം ഈ ദിവസം ചെലവഴിക്കാം എന്ന് തീരുമാനിച്ചു. സമയം 9 മണി അടുക്കാറായി. ഇപ്പോൾ ഇവിടെ ക്യാമ്പിൽ പങ്കെടുക്കുന്ന 50 കുട്ടികളും എത്തിച്ചേർന്നിരിക്കുന്നു എന്ന അറിയിപ്പ് കേട്ട് ഞാൻ പുറത്തേക്കിറങ്ങി. കുട്ടികൾ അസംബ്ലിക്ക് വേണ്ടി ഒരുങ്ങുകയായിരുന്നു. പിന്നീട് പതാക ഉയർത്തലും വിളംബര ജാഥയും. ഞാനും അവരോടൊപ്പം കൂടി. തിരിച്ചെത്തിയ കുട്ടികളെയും മറ്റ് അതിഥികളെയും സെൻറ് ഡൊമിനിക് സ്കൂളിലെ കെമിസ്ട്രി അധ്യാപകനായ സാബു K. തോമസ് സാർ സ്വാഗതം ചെയ്തു. പിന്നീട് തിടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിജി ജോർജ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പിന്നീട് വിശിഷ്ട വ്യക്തികൾ ക്യാമ്പിന് ആശംസകൾ അർപ്പിച്ചു. ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞു. ഇപ്പോൾ നടക്കുന്നത് പ്രോഗ്രാം ഓഫീസറിൻ്റെ നേതൃത്വത്തിൽ ക്യാമ്പ് പരിപാടികളുടെ വിശദീകരണമാണ്. ഇത് കേട്ടപ്പോൾ വ്യത്യസ്തമായ ഹ്യൂമൻ ബുക്ക് എന്ന പരിപാടി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എൻ്റെ മറ്റൊരു യാത്രക്കിടയിൽ ഞാൻ പരിചയപ്പെട്ട മുൻ കോട്ടയം ജില്ലയിലെ NSS പ്രോഗ്രാം കൺവീനറാണ് ഇദ്ദേഹം, ശ്രീ ആൽബി ആൻഡോ. കളികളും പാട്ടുകളും ഓട്ടവുമൊക്കെയായി ക്യാമ്പ് ഒന്ന് ഉയർന്നത് ഇപ്പോഴാണ്. ഈ ദൃശ്യങ്ങൾ കണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ക്യാമ്പിലേക്ക് ഭക്ഷണവുമായി എത്തിയ യുവാവാണ് ഇത് എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. പണ്ടെന്നോ ഈ ജോലി ചെയ്ത് പരിചയമുണ്ട് എന്ന് നമ്മെ തോന്നിപ്പിക്കും വിധമായിരുന്നു ഈ യുവാവിൻ്റെ പ്രവർത്തനമെങ്കിലും ഇയാൾ ക്യാമ്പ് വോളണ്ടിയേഴ്സിൻ്റെ ജനറൽ ലീഡറാണ്. ഇതിനുശേഷം കിറ്റ്കിൻ എന്ന പേരുള്ള ഒരു യുവതി ബ്ലഡ് ഡൊണേഷൻ എന്ന ക്ലാസ്സുമായി കുട്ടികളുടെ മുന്നിലെത്തി. അപ്പോഴാണ് സ്വാദിഷ്ടമായ ഭക്ഷണത്തിൻ്റെ വാസന എവിടെ നിന്നോ എൻ്റെ മൂക്കിനെ ആകർഷിച്ചത്. അല്പസമയത്തിന് ശേഷം ലഹരി വിരുദ്ധ പോസ്റ്ററുകളുമായി കുട്ടികൾ പ്രധാന വാതിലിനടുക്കിലേക്കെത്തി. പിന്നീടുണ്ടായിരുന്ന പരിപാടികളാണ് എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. അധ്യാപകർ കുട്ടികൾ വ്യത്യാസമില്ലാതെ സമപ്രായക്കാരെ പോലെ അവർ അന്നത്തെ ദിവസം ആഘോഷിച്ചു തീർത്തു. രാവിലെ വ്യത്യസ്തമായി ശ്രദ്ധയിൽപ്പെട്ട ഹ്യൂമൻ ബുക്ക് അവതരണമായിരുന്നു അടുത്തതായി. കുട്ടികൾ തങ്ങളുടെ ജീവിതത്തിൽ നടന്ന അനുഭവങ്ങൾ മുഴുവൻ ക്ലാസ്സുമായി പങ്കുവച്ചു. ഓരോ ഗ്രൂപ്പിനുമായി വേർതിരിച്ചു കൊടുത്ത അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവർ പരസ്പരം കൈമാറ്റം ചെയ്ത കലാപരിപാടികൾക്ക് അന്ത്യം കുറിച്ചു. രാത്രിയിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മെഴുകുതിരിയുടെ വെളിച്ചത്തിലുള്ള ഭക്ഷണ രീതിയായിരുന്നു ഇവിടെ കണ്ടുവന്നത്. അവരോടൊപ്പമുള്ള ഭക്ഷണത്തിന് ശേഷം ഞാനും അന്നത്തെ രാത്രി ക്യാമ്പിൽ തന്നെ ചിലവഴിക്കാം എന്ന തീരുമാനത്തിലെത്തി.